ബോച്ചയുടെ ഇന്നലത്തെ രാത്രി മുഴുവൻ സ്റ്റേഷൻ ബെഞ്ചിലായിരുന്നു. ഇന്നലെ രാവിലെ 8-ന് വയനാട് മേപ്പാടി കള്ളാടിക്കടുത്തുള്ള ബോച്ചെ 1000 ഏക്കർ എസ്റ്റേറ്റിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ വാഹനം വളഞ്ഞ് എറണാകുളം സെൻട്രൽ പോലീസാണ് ബോബിയെ പിടികൂടിയത്. പോലീസ് വാഹനത്തിലെ ഒരു പകൽ നീണ്ട യാത്രയ്ക്കൊടുവിലാണ് ബോബിയെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. രാത്രി 7-ന് സ്റ്റേഷനിലേക്ക് കയറി. പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ സമയം 7:30 കഴിഞ്ഞു. 2 മണിക്കൂറിലേറെ ചോദ്യം ചെയ്തു. തുടർന്ന് ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധന. ലൈംഗിക അധിക്ഷേപത്തിനും അതിക്രമത്തിനും ഭാരതീയ ന്യായ സംഹിതയിലെ 75(1)(4) വകുപ്പുകളും IT ആക്ടിലെ 6-7 വകുപ്പും പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ലൈംഗിക അതിക്രമം ജാമ്യമില്ലാ വകുപ്പായതിനാൽ പ്രതിക്ക് ജാമ്യത്തിനായി കോടതിയെ സമീപിക്കേണ്ടി വരും. എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹണി റോസ് ഇന്നലെ മൊഴിയും നൽകിയിട്ടുണ്ട്. ഇതിന്റെ പകർപ്പും അന്വേഷണ സംഘം കോടതിയിൽ ആവശ്യപ്പെടും. പകർപ്പ് ലഭിച്ച ശേഷം ബോബിക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന കാര്യത്തിലും തീരുമാനമുണ്ടാകും. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയതിനാൽ ബോബിയുടെ ജാമ്യാപേക്ഷയും കോടതി പരിഗണിക്കും. രാമൻപിള്ള അസോസിയേറ്റ്സ് ആണ് ബോബിക്ക് വേണ്ടി ഹാജരാകുന്നത്. ADGP മനോജ് എബ്രഹാം, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ തുടങ്ങിയവരെ കൊണ്ട് പരാതി അറിയിച്ച ഹണി റോസിനെ സർക്കാരിന്റെയും പോലീസിന്റെയും ഭാഗത്തു നിന്നുള്ള പിന്തുണ ഉറപ്പുകിട്ടിയിരുന്നു. ഇന്ന് പ്രതിക്കൂട്ടിൽ ബോബി നിൽക്കും. അഡ്വക്കേറ്റ് B രാമൻപിള്ളയുടെ വാദങ്ങൾ ബോബിയെ രക്ഷിച്ചെടുക്കുമോ? ഇതാണ് കേരളത്തിലെ പ്രധാന ചർച്ച. പോലീസ് കസ്റ്റഡിയും അറസ്റ്റും കോടതിക്കൂട്ടിലെ നിൽപ്പും ബോബിക്ക് പുതിയ അനുഭവമാണ്. പക്ഷേ കോടതിയിലേക്ക് എത്തുന്ന ബോബിയെ റിമാൻഡ് ചെയ്താൽ ഉണ്ടാകാൻ ഇടയുള്ള ജയിൽ ജീവിതം മുതലാളിക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. കേരളത്തിലെ ജയിലിൽ കിടക്കാതിരിക്കാൻ കൂടി വേണ്ടിയാണ് അഡ്വക്കേറ്റ് B രാമൻപിള്ളയെ അഭിഭാഷകനാക്കുന്നത്. ലൈംഗിക അധിക്ഷേപ കേസിൽ അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂരിനെ വ്യാഴാഴ്ച കോടതിയിൽ ഹാജരാക്കും. ഇതിനു മുന്നോടിയായി അദ്ദേഹത്തെ വീണ്ടും വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി. പുലർച്ചെ 5 മണിയോടെയാണ് ബോബി ചെമ്മണ്ണൂരിനെ 2ാമത് വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിൽ എത്തിച്ചത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ബോബി ചെമ്മണ്ണൂരിനെ തിരികെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. വ്യാഴാഴ്ച രാവിലെ ഏത് സമയത്ത് വേണമെങ്കിലും പ്രതിയെ കോടതിയിൽ ഹാജരാക്കാൻ കഴിയുന്ന തരത്തിലാണ് പോലീസ് നടപടികൾ നീക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനുള്ള അപേക്ഷ പോലീസ് കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ബോബി ചെമ്മണ്ണൂരിന്റെ നിയമസംഘവും പോലീസ് സ്റ്റേഷൻ പരിസരത്ത് തുടരുന്നുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ ചോദ്യം ചെയ്തത്. ബോബി ചെമ്മണ്ണൂരിന്റെ മൊബൈൽ ഫോണും പോലീസ് കസ്റ്റഡിയിലെടുത്തതായി സൂചനയുണ്ട്. ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയേക്കുമെന്നാണ് വിവരം. ഇതിനിടെ കേസിലെ പരാതിക്കാരിയായ നടി ഹണി റോസ് കഴിഞ്ഞ ദിവസം വൈകിട്ട് കോടതിയിലെത്തി രഹസ്യമൊഴി നൽകിയിരുന്നു. എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലെത്തിയാണ് നടി രഹസ്യമൊഴി നൽകിയത്. ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ പോലീസ് നടപടിയിൽ ഹണി റോസ് നന്ദി അറിയിച്ചിരുന്നു. കേരള സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും കേരള പോലീസിനും താനും തന്റെ കുടുംബവും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു എന്നായിരുന്നു ഹണി റോസിന്റെ പ്രതികരണം.